2024ലെയും 2023ലെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഏതൊക്കെ അതിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് 2022ലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബയോളജി സയൻസ് പെഡഗോഗിയിൽ നിന്നുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ പെഡഗോഗി സബ്ജക്റ്റിലുള്ള കുട്ടികളും മിനിമം ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള മുഴുവൻ ഏരിയകളും വായിച്ചു പഠിക്കാനുള്ള ടൈം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് പാസ്സാവാൻ കഴിയുന്നതാണ്. ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ബയോളജി സയൻസ് പെഡഗോഗിയിൽ നിന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി 2001 ആൻഡേഴ്സൺ ആൻഡ് ക്രാദോൾ. നമ്മൾ 2024-23 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ബ്ലൂംസ് ടാക്സോണമി പറഞ്ഞപ്പോൾ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നതും മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അത് അങ്ങനെ തന്നെ ചോദിച്ചെങ്കിൽ നിങ്ങൾ അത് എഴുതിയാൽ മതി. അതിലൊരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. കോഗ്നിറ്റീവ് ഡൊമൈനിൽ മാത്രമേ ചേഞ്ചസ് വരുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുമുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യൂണിറ്റ് വൈസിലല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടും ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാം. അതായത് ഫസ്റ്റ് യൂണിറ്റിൽ വരേണ്ട ക്വസ്റ്റ്യൻ അല്ല ഇവിടെ ചോയ്സ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടും ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അത് കണ്ടിട്ട് നിങ്ങൾ ബേജാറാവേണ്ടതില്ല, ടെൻഷൻ അടിക്കേണ്ടതില്ല. അങ്ങനെ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിക്കൊണ്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ തയ്യാറാവണം. സോ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടിൽ എക്സ്പ്ലെയിൻ ഹൗ ICT റിസോഴ്സസ് ഹെൽപ്പ് ഇൻ ടീച്ചിങ് ബയോളജി. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ റൈറ്റ് എ ലെസൺ പ്ലാൻ. അത് യഥാർത്ഥത്തിൽ ലെസൺ പ്ലാൻ എന്താണെന്നുള്ളത് പറയുക. അത് 9ാം ക്ലാസ്സിലെ സ്റ്റാൻഡേർഡ് ലെവലിൽ വേണം ഈ ലെസൺ പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ഇൻ ടീച്ചിങ് ബയോളജിക്കൽ സയൻസസ് എന്നുള്ളത്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ഇൻ ടീച്ചിങ് ബയോളജിക്കൽ സയൻസ്. ഇവിടെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇവിടെ യൂണിറ്റ് അടിസ്ഥാനത്തിലല്ല നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് ടീച്ചിങ് ബയോളജിക്കൽ സയൻസസ്. ഇത് ഫസ്റ്റിൽ വരേണ്ട ചോദ്യമായിരുന്നു. എന്നാൽ 3ാമത്തെ സെറ്റിലാണ് ഇത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ കൺസേൺഡ് സബ്ജക്ട് പെഡഗോഗിയിലെ വാല്യൂസ് എന്തൊക്കെയാണ്, ബയോളജി സയൻസിന്റെ ടീച്ചിങ് ഡിഫറെന്റ് വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ആൻഡ് സൈക്കിൾസ് ഓഫ് മൈക്രോ ടീച്ചിങ്. മൈക്രോ ടീച്ചിങ്ങിന്റെ സ്റ്റെപ്സും സൈക്കിൾസും എന്താണെന്നുള്ളതാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്യൂമറേറ്റ് ദി റീസെന്റ് ട്രെൻഡ്സ് ഓഫ് ടീച്ചിങ് മെത്തേഡ്സ്. ഓക്കെ, ഏറ്റവും റീസെന്റ് ആയിട്ട് വരുന്ന ടീച്ചിങ് മെത്തേഡിന്റെ ട്രെൻഡ്സുകൾ ഏതൊക്കെയാണ്, അതും ബയോളജി സയൻസിൽ യൂസ് ചെയ്യുന്നത്. ദെൻ എക്സ്പ്ലെയിൻ ദ കോമ്പണൻസ് ഓഫ് സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ. നമുക്കറിയാം അത് സെക്കൻഡ് യൂണിറ്റിൽ വരുന്നതാണ്. എന്നാൽ ഇവിടെ ഫോർത്ത് സെറ്റിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സ്കിൽസുകൾ 9 എണ്ണം ഉണ്ട്. എന്നാൽ ഇവിടെ ഇതിൽ ചോദിച്ചിട്ടുള്ളത് സ്റ്റിമുലസ് വേരിയേഷൻ എന്നുള്ളതാണ്. അതിന്റെ കോമ്പണൻസുകളെ കുറിച്ചാണ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ illustrate different approaches of teaching biological sciences. ഡിഫറെന്റ് അപ്രോച്ചുകൾ ഏതൊക്കെയാണ്, ബയോളജിക്കൽ സയൻസിനുള്ള ടീച്ചിങ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഡിഫറെന്റ് അപ്രോച്ചുകൾ ഏതൊക്കെയാണ്. ദെൻ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഫോളോവഡ് ഇൻ ദി ഓർഗനൈസേഷൻ ഓഫ് എ സയൻസ് ഫീൽഡ് ട്രിപ്പ്. ഓക്കെ, ഫീൽഡ് ട്രിപ്പ് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അത് ഫീൽഡ് ട്രിപ്പ് അത് സയൻസ് സബ്ജക്റ്റിലുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ആ ഫീൽഡ് ട്രിപ്പിനെ കുറിച്ച്. അപ്പോൾ ഫീൽഡ് ട്രിപ്പിനെ കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി തയ്യാറാകുക. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന സിമ്പിൾ ടോപ്പിക് ആണ്. പക്ഷേ പോയിന്റ്സുകൾ കിട്ടുക എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചെങ്കിൽ പോയിന്റ്സുകൾ കിട്ടുള്ളൂ എന്നുള്ളതാണ്. സോ ഇവിടെയും നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അവിടെ യൂണിറ്റ് അടിസ്ഥാനത്തിലല്ല നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ദ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ആ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിലും 5 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ 3 എണ്ണം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. എക്സ്പ്ലെയിൻ ഹൗ വിൽ യു കോറിലേറ്റ് ബയോളജി വിത്ത് അതർ സബ്ജക്ട്സ് എന്നുള്ളതാണ്. അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്. നമ്മുടെ കൺസേൺഡ് സബ്ജക്ട്സ് മറ്റു ഡിസിപ്ലിനുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു അതിനെയാണ് കോറിലേറ്റ് ബയോളജി വിത്ത് അതർ സബ്ജക്ട്സ് എന്നുള്ളത്. ദെൻ ബ്രിങ് ഔട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ടീച്ചിങ് ആൻഡ് മൈക്രോ ടീച്ചിങ്. മൈക്രോ ടീച്ചിങ്ങും മൈക്രോ ടീച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് ഒന്നെങ്കിൽ എസ്സേ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ദെൻ ഡിഫൈൻ ലെസൺ പ്ലാൻ, എക്സ്പ്ലെയിൻസ് ദി സ്റ്റെപ്സ് ഇൻ ലെസൺ പ്ലാൻ. ലെസൺ പ്ലാനിന്റെ സ്റ്റെപ്സും എന്താണ് ലെസൺ പ്ലാൻ എന്നുള്ളതുമാണ് പറയേണ്ടത്. ദെൻ റൈറ്റ് എ നോട്ട് ഓൺ എക്സ്പീരിയൻഷ്യൽ മെത്തേഡ്. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം. അപ്പോൾ ഫ്ലിപ്ഡ് ക്ലാസ് റൂമും അതേപോലെ തന്നെ ബെൻഡഡ് ക്ലാസ് റൂമും ഇതും സെപ്പറേറ്റ് ചോദിക്കുന്നതായിട്ട് കാണാം. സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. നമ്മളിവിടെ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് പറഞ്ഞിട്ടുള്ളത്, 2024, 23, 22. അപ്പോൾ ഇവ 3നെയും എടുത്തുകൊണ്ട് നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 20-25 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചാൽ മതിയാവും. ആ 25 ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ 100 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യത്തക്ക രീതിയിൽ എക്സാം എഴുതാൻ പറ്റുന്നതാണ്. സോ എല്ലാവരും തന്നെ നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.